കേരളത്തിന്റെ രാഷ്ട്രീയമണ്ണ ഇളകി മറിയുകയാണ്. ഭരണ തുടർച്ചകളുടെ ചരിത്രം തിരുത്തിക്കുറിച്ച മൂന്നാം ഊഴം സ്വപ്നം കണ്ടിറങ്ങിയ പിണറായി വിജയനും LDFനും കണക്കുകൂട്ടലുകൾ പിഴയ്ക്കുന്ന കാഴ്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ നിർണായക ഘട്ടത്തിൽ ദൃശ്യമാകുന്നത്. കരുത്തനായ ഭരണാധികാരി എന്ന പ്രതിച്ഛായയിൽ നിന്നും ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറുന്ന വിറയ്ക്കുന്ന വാക്കുകളുമായുള്ള ഒരു നേതാവിലേക്ക് മുഖ്യമന്ത്രി മാറിയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തെ ഈ വേഷപ്പകർച്ചകൾ വെറും ഇമേജ് മേക്ക് ഓവർ മാത്രമാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത്രയും കാലം മാധ്യമങ്ങളുടെ മുഖം തിരിച്ചു നിന്ന മുഖ്യമന്ത്രി ഇപ്പോൾ ഓരോ ചാനൽ ഓഫീസുകളിലും കയറി ഇറങ്ങി വിനീതനായിട്ട് അഭിമുഖങ്ങൾ നൽകുന്നത് ജനവികാരം തങ്ങൾക്ക് എതിരാണ് എന്ന തിരിച്ചറിവിൽ തന്നെയാണ്. എന്നാൽ ഈ അഭിമുഖങ്ങൾ പോലും അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായി മാറുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. സാധാരണക്കാരന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതിന് പകരം മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥകൾക്കനുസരിച്ചുള്ള ടെംപ്ലേറ്റ് മറുപടികളുമായിട്ട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് മതനിരപേക്ഷതയെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന മുഖ്യമന്ത്രി വർഗീയ പരാമർശങ്ങൾ നടത്തിയവരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത് കേരളീയ സമൂഹം അത്ഭുതത്തോടെയാണ് നോക്കിക്കണ്ടത്. മലപ്പുറത്തെക്കുറിച്ച് അധിക്ഷേപപരമായ പരാമർശം നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രി കാട്ടിയ വ്യഗ്രത അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മൂല്യച്യുതിയാണ് കാണിക്കുന്നത്. അത് മുസ്ലിം ലീഗിനെതിരെയുള്ള പരാമർശമാണെന്ന് പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ പുലർത്തേണ്ട നിഷ്പക്ഷത അവിടെ നഷ്ടപ്പെട്ടു. പണ്ട് ഇതേ മുഖ്യമന്ത്രി തന്നെ NK പ്രേമചന്ദ്രനെ പരനാറിയെന്നും ഒരു ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്നും വിളിച്ചാക്ഷേപിച്ച ചരിത്രം മലയാളി മറന്നിട്ടില്ല. ഇപ്പോൾ സ്വന്തം പാർട്ടിയിലെ തന്നെ മുതിർന്ന നേതാവായ G സുധാകരനെ ചെറ്റ എന്ന് വിളിച്ചതിലൂടെ തന്റെ രാഷ്ട്രീയ സംസ്കാരം എന്താണ് എന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചിരിക്കുന്നു. പാവപ്പെട്ടവൻ താമസിക്കുന്ന വീടിനെ സൂചിപ്പിക്കുന്ന വാക്കിനെ അധിക്ഷേപപരമായി പ്രയോഗിക്കുന്നതിലൂടെ സാധാരണക്കാരോടുള്ള അദ്ദേഹത്തിന്റെ യഥാർത്ഥ മനോഭാവമാണ് പുറത്തേക്ക് വരുന്നത്. സ്വന്തം പാർട്ടികളിൽ നിന്ന് തന്നെ ഉയരുന്ന ഈ പഠനപ്പിണക്കങ്ങൾ മൂന്നാം ഊഴം എന്ന സ്വപ്നത്തിന് കരിനിഴൽ വീഴ്ത്തുന്നു. G സുധാകരനെ പോലെയുള്ള നേതാക്കൾ പരസ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ യോഗ്യതയെ ചോദ്യം ചെയ്യുമ്പോൾ അത് ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും വോട്ട് പിടിച്ചു നൽകുന്നതിന് തുല്യമാണ് എന്ന സുധാകരന്റെ പരിഹാസം അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയിക്കുകയാണ്. ഒരു വശത്ത് വികസന നായകനായിട്ട് സ്വയം അവരോധിക്കാൻ ശ്രമിക്കുമ്പോഴും മറുവശത്ത് ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ സ്വീകരിച്ച ഇരട്ടത്താപ്പുകൾ വിശ്വാസികൾക്കിടയിൽ പലപ്പോഴും നീറിപ്പുകയുന്നുണ്ട്. കോടതി വിധിയുടെ പിന്നിൽ ഒളിച്ചും മാധ്യമപ്രവർത്തകരെ പേടിപ്പിച്ചും മുന്നോട്ടു പോകുമെന്ന മുഖ്യമന്ത്രിയുടെ ധാരണ ഈ തെരഞ്ഞെടുപ്പിൽ തിരുത്തപ്പെടുമെന്ന് ഉറപ്പാണ്. യുവജന പ്രസ്ഥാനങ്ങളെ അഴിമതിയിലേക്കും ലഹരിയിലേക്കും തള്ളിവിട്ട ഭരണകൂടത്തിനെതിരെ യുവതലമുറയിലും വലിയ പ്രതിഷേധമുണ്ട്. DYFഐയും SFഐയും ഗുണ്ടാ സംഘങ്ങളെ പോലെ പെരുമാറുന്നു എന്ന മുതിർന്ന നേതാക്കളുടെ തന്നെ വിമർശനം സർക്കാരിന്റെ പതനത്തിന്റെ ആഴം കൂട്ടുന്നു. ആർക്ക് വേണ്ടിയാണ് ഈ ഭരണം എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിക്ക് കൃത്യമായ മറുപടിയില്ല. നവകേരള സദസ്സും PR ഏജൻസികൾ തയ്യാറാക്കിയ അനിമേഷൻ വീഡിയോകളും കൊണ്ട് ജനമനസ്സുകളെ സ്വാധീനിക്കാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് എന്ന് വരാനിരിക്കുന്ന ഫലം തെളിയിക്കും. വിദ്വേഷത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഭാഷ സംസാരിക്കുന്ന ഒരു ഭരണാധികാരിക്ക് കേരളം ഇനിയൊരു അവസരം കൂടി നൽകില്ല എന്ന സൂചനകളാണ് പോളിംഗ് ബൂത്തുകളിൽ നിന്നും ഉയരുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് മാത്രം ഒതുങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം CPMന്റെയും LDFന്റെയും അന്ത്യകൂദാശയെ മാറുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. മൂന്നാം ഊഴം തേടിയിറങ്ങിയ ക്യാപ്റ്റന് കടൽ വഴിതെറ്റിയ കാഴ്ചയാണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്.